ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആഗ്രഹിച്ചതുപോലെ അവർ കൊതിച്ചതുപോലെയുള്ളൊരു വേൾഡ് കപ്പ് T20 സ്ക്വാഡിനെയാണ് കഴിഞ്ഞ ദിവസം BCCI പ്രഖ്യാപിച്ചത്. സ്ക്വാഡ് പ്രഖ്യാപനത്തിൽ ആരാധകരെ ആവേശം കൊള്ളിച്ച ഒന്ന് സഞ്ജു സാംസൺ പ്രധാന ഓപ്പണർമാരിൽ ഒരാളാണ് എന്നതാണ്. സഞ്ജു മാത്രമല്ല, ആഭ്യന്തര ക്രിക്കറ്റിലടക്കം മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടും ഏറെ നാളായി ഇന്ത്യൻ ടീമിൽ ഇടം നേടാനാകാതെ പോയ താരമാണ് ഇഷാൻ കിഷൻ. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ലിസ്റ്റിൽ ഇഷാൻ കിഷനും ഇടം പിടിച്ചു എന്നത് ക്രിക്കറ്റ് പ്രേമികളെ ഏറെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കറും ഇഷാൻ കിഷന്റെ വരവിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ T20 ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ ഫോം നഷ്ടമായതിനെ തുടർന്ന് T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് പുറത്തായതോടെ ഈ ഒഴിവിലേക്ക് ഇഷാൻ കിഷൻ എത്തുകയായിരുന്നു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇഷാൻ കിഷൻ ഒടുവിൽ ഇന്ത്യൻ ടീമിൽ എത്തിയത് ആരാധകരെയും സന്തോഷത്തിലാക്കിയിരുന്നു. ഫിറ്റ്നസും ലഭ്യതയും കാരണം 2 വർഷത്തിലേറെയായി ഇന്ത്യൻ ടീമിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഇഷാൻ കിഷൻ സയ്യിദ് മുഷ്താഖ് അലി ഫൈനലിൽ കിടിലൻ സെഞ്ചുറിയും നേടി ജാർഖണ്ഡിനെ കിരീടത്തിലേക്ക് നയിച്ചു. ഈ പ്രകടനമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിലേക്ക് വഴി തുറന്നത്. ആരെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ തെരഞ്ഞെടുക്കണം. ഇഷാൻ കിഷൻ ഇതിനകം തന്നെ ടീമിലുണ്ട്. അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതൊരു വലിയ പ്ലസ് ആണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫോം IPL മാത്രമല്ല, ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനവും സെലക്ഷൻ മാനദണ്ഡമായിരിക്കണമെന്ന് തെളിയിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തിൽ വളരെ സന്തോഷമുണ്ട്. 2 വർഷത്തേക്ക് അദ്ദേഹം ടീമിന് പുറത്തായിരുന്നു. പക്ഷേ തന്റെ സംസ്ഥാന ടീമായ ജാർഖണ്ഡിനെ കിരീടം നേടിയ സീസണിലേക്ക് നയിച്ചുകൊണ്ട് അതിശയകരമായ തിരിച്ചുവരവ് നടത്തി എന്നാണ് ജിയോ സ്റ്റാറിൽ ഗവാസ്കർ പറഞ്ഞത്. ജിതേഷ് ശർമ്മയെ ടീമിൽ ഉൾപ്പെടുത്താത്തതിലും സുനിൽ ഗവാസ്കർ പ്രതികരിച്ചു. ജിതേഷ് ശർമ്മയോട് എനിക്ക് സഹതാപമുണ്ട്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവസരങ്ങളിൽ അദ്ദേഹം വളരെ മികച്ച വിക്കറ്റ് കീപ്പറായിരുന്നു. MS ധോണിക്ക് ശേഷം സ്റ്റംപിന് പിന്നിൽ നിന്ന് DRS കോളുകൾ ഉപയോഗിച്ച് ക്യാപ്റ്റനെ സഹായിക്കുന്നതിൽ അദ്ദേഹം ഏറ്റവും മികച്ച ആളായി മാറി. ഇത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. പക്ഷേ അദ്ദേഹം ചെറുപ്പമാണ്. അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്ന പ്രകടനം തുടരേണ്ടതുണ്ട് എന്നാണ് ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ പറഞ്ഞത്. അതേസമയം സഞ്ജുവിനെ ടീമിൽ എടുത്തതിൽ പ്രശംസ അറിയിച്ച് ഒട്ടനവധി പേരാണ് രംഗത്തെത്തിയത്. ഇന്ത്യൻ T20 സ്ക്വാഡിൽ സ്ഥിര സാന്നിധ്യമായിരുന്നെങ്കിലും ഗിൽ വന്നതോടുകൂടി ബെഞ്ചിലിരിക്കാനായിരുന്നു സഞ്ജുവിന്റെ യോഗം. ഇപ്പോൾ ഫോം നഷ്ടമായി ഗിൽ പുറത്താകുമ്പോൾ T20 ടീമിലെ തന്റെ സ്വന്തം റോളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സഞ്ജു. പ്ലേയിങ് 11-ൽ സഞ്ജു ഇടം പിടിക്കുകയും ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും മിന്നും പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യും എന്നാണ് ആരാധക പ്രതീക്ഷ. പ്രധാന വിക്കറ്റ് കീപ്പർ സഞ്ജു ആയതുകൊണ്ട് തന്നെ ഇഷാൻ കിഷൻ ഭൂരിഭാഗം മത്സരങ്ങളിലും ബെഞ്ചിലിരിക്കാനാണ് സാധ്യത. സഞ്ജു ഇറങ്ങാത്ത മത്സരങ്ങളിൽ മാത്രമായിരിക്കും ഇഷാൻ കിഷൻ ഇറങ്ങുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.